ഹലോ എവ്രി വൺ, വെൽക്കം ടു ഡെലീഷ്യസ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പെപ്പർ ചിക്കൻ തയ്യാറാക്കിയാലോ. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു കടായിൽ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഇല്ല എന്നുണ്ടെങ്കിൽ വെജിറ്റബിൾ ഓയിൽ എടുത്താലും മതി. 2 ചെറിയ കഷ്ണം പട്ടയും 3 ഗ്രാമ്പൂവാണ് ഇപ്പോൾ ചേർത്തത്. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ 4 ഉണക്കമുളകാണ് ഇപ്പോൾ ചേർത്തത്. ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചേർക്കാം. ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്. ഇനി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നത് വരെ ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. 1 സവാളയാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇത് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ പാകത്തിന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയാണ് ഇപ്പോൾ ചേർത്തത്. കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയുമാണ് ഇപ്പോൾ ചേർക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇതിൽ മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ്. 1 ടേബിൾ സ്പൂൺ നിറയെ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതാണിത്. ഇനി ഈ പൊടികളെല്ലാം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. പൊടികളൊക്കെ മൂപ്പിച്ച് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് നമുക്ക് ചിക്കനാണ് ചേർക്കാനുള്ളത്. 1/2 കിലോ ചിക്കനാണ് ഞാൻ ഇതിനു വേണ്ടി എടുത്തിട്ടുള്ളത്. വളരെ ചെറിയ കഷ്ണങ്ങളായിട്ട് വേണം ഈ പെപ്പർ ചിക്കൻ തയ്യാറാക്കുമ്പോൾ ചിക്കൻ കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോഴാണ് നല്ലതുപോലെ ഈ ഓരോ കഷ്ണങ്ങളിലും ഈ മസാലയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുന്നത്. ഈ ചിക്കൻ കഷ്ണങ്ങളൊക്കെ ഈ മസാലയുമായിട്ട് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു ചിക്കൻ റെസിപ്പിയിൽ മുളക് പൊടിയോ തക്കാളിയോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇത് അടച്ചു വെച്ചിട്ട് വേവിക്കുകയാണ്. ഇതിൽ ഞാൻ ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഈ ചിക്കനിൽ നിന്നും ഇറങ്ങി വന്ന വെള്ളമാണിത്. ഈ ഒരു പെപ്പർ ചിക്കൻ തയ്യാറാക്കുമ്പോൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം വീണ്ടും ഇതൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ചെറിയ തീയിലാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇതിപ്പോൾ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. നമുക്കിത് വീണ്ടും അടച്ചു വയ്ക്കാം. ഇടയ്ക്കിതൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത്. ഇതൊരു നോൺ സ്റ്റിക്ക് കടായി ആയതുകൊണ്ട് അടിയിലൊന്നും പിടിക്കില്ല. എങ്കിലും ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ചെറിയ തീയിൽ വീണ്ടും ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ചിക്കനൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് 2 ചേരുവകൾ കൂടി ചേർക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയാണ് ഇപ്പോൾ ചേർക്കുന്നത്. ഇതുകൂടാതെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഈ ചിക്കനുമായിട്ട് ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ അവസാനം കുറച്ച് കുരുമുളക് പൊടി ചേർക്കുമ്പോൾ
ഈ ഒരു പെപ്പർ ചിക്കന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇതിൽ ചേർക്കുന്ന കുരുമുളക് പൊടിയുടെയൊക്കെ അളവ് നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്പൈസ് ലെവലിനനുസരിച്ച് മാറ്റം വരുത്താം. ഞാനിവിടെ ആദ്യം 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്തത്. ഇപ്പോൾ 1/2 ടീസ്പൂണും കൂടി ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പെപ്പർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. റെസിപ്പി ഇഷ്ടമായാൽ ഡെലീഷ്യസ് റെസിപ്പീസ് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.